ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വണ്ടിയുടെ അടുത്തെത്തി. വണ്ടി ഭാരത് ബെൻസിൻ്റെ 2022 മോഡൽ, 14 വീല് വണ്ടി. ഇതിപ്പം ലോഡ് കയറ്റാൻ വേണ്ടി പകുതി ലോഡ് കയറി നിൽക്കുകയാണ്. ഞാൻ വന്നവിടെ തന്നെ പകുതി ലോഡായിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയും കൂടെ കയറാനുണ്ട്. അപ്പം ഇവിടെയാണ് അതാ വെപ്പടയും കുമാരപാളയത്തിനും ഇടയിൽ അവിടെ ഒരു കമ്പനിയിലാണ്, BNS എന്ന് പറയുന്നൊരു കമ്പനിയിലാണ് ലോഡ് കയറ്റാൻ വേണ്ടി. അപ്പം നേരെ പോകുന്നത് അഹമ്മദാബാദ്, ഗുജറാത്ത് അഹമ്മദാബാദിലേക്കാണ്. നമ്മുടെ അരവിന്ദ് എന്ന് പറയുന്നത് ഇതാണ് വണ്ടി. വണ്ടി വരുന്നത് ഇതാണ് ST റോഡ് വൈസ് വണ്ടി വരും. 4 വീല് കണ്ടെയ്നർ ബോഡി, ഫുൾ ബോഡിയാണ്. ഇത് 2022 രജിസ്ട്രേഷനാണ്. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് ലോഡ് കിട്ടും. 9 വരെ ആകാതെ ലോഡിങ് ചെയ്യാൻ ആൾ വരികയല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കയറ്റി ഒരു ഉച്ച ഏതായാലും ഉച്ച കഴിഞ്ഞ് നമ്മൾ ലോഡ് കയറ്റി തീരുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ പോകും. കണ്ടെയ്നർ ബോഡിയാണ്. അപ്പം അത് പറയാൻ വേണ്ടി ഇപ്പോൾ ഇവിടുന്ന് ലോഡ് കയറ്റിയിട്ട് നേരെ ഗുജറാത്ത് അഹമ്മദാബാദ്. വണ്ടി മാറി, ഒരു ലീവ് പോയിട്ട് വന്നപ്പോഴത്തേന് അടുത്ത വണ്ടിയായി. ഞാൻ അടുത്ത ലീവ് എന്ന് എടുക്കുമെന്ന് അറിയത്തില്ല. ലീവിലായിരുന്നു, എനിക്ക് വയ്യായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വയ്യായിരുന്നു, തീരെ വയ്യായിരുന്നു. നാസിക്ക് പോയിട്ട് വന്നപ്പോഴത്തേന് ഫുഡ് കഴിച്ചതൊന്നും പിടിച്ചില്ല. മാത്രമല്ല പനി, പല്ലുവേദന, പല്ലൊക്കെ എടുത്തു. ഒരു പല്ലെടുക്കേണ്ടി വന്നു. അസഹനീയമായ വേദനയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് പല്ലൊക്കെ എടുത്തു. എല്ലാം കഴിഞ്ഞ് സംസാരിക്കാനൊന്നും പറ്റിയല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഇനിയിപ്പം ലോഡ് കയറ്റണം, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന. ഇതിപ്പോൾ നമ്മുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്, ഒരു കൊല്ലംകാരനൊരു പുള്ളിയാണ്, മലയാളിയാണ്. അനീഷ് എന്നാണ് പേര്. പുള്ളിയും കൂടെ ഉണ്ട്, പുള്ളിയും കൂടെ ഒക്കെയാണ്. പുള്ളി പുതിയ ആളാണ്. അപ്പം പുള്ളിക്ക് ഏകദേശം വഴി പരിചയമില്ല, അത്ര പരിചയമില്ല, പരിചയമാകണം. പുള്ളിയുടെ കൂടെ വേറൊരാളുണ്ടായിരുന്നു. പുള്ളി പെട്ടെന്ന് പണി ഇട്ടേച്ച് പോയി. അപ്പം പിന്നെ പുള്ളി തന്നെയായി, പുള്ളിക്ക് അറിയത്തില്ല. പിന്നെ അപ്പോൾ നമ്മളെ ഈ വണ്ടിയെ കയറ്റിയിട്ട്, അല്ലെങ്കിൽ സിംഗിളായിട്ട് ഏതെങ്കിലും ഒരു വണ്ടിയെ കിട്ടണ്ട. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഡബിളായിട്ട് തന്നെ ഓടേണ്ടി വന്നു. അങ്ങനെ പോകുന്നു. പിന്നെ കണ്ടോ, ഇവിടെ കിടപ്പുണ്ട്. അനീഷ് എന്നാണ് പേര്, കൊല്ലംകാരൻ അല്ലേ. പുള്ളി ഞാനും കൂടെയാണ് ഇനിയിപ്പോൾ പോകുന്നത് നേരെ ഗുജറാത്ത് അല്ലേ. അപ്പോൾ അത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പതുക്കെ ഒരുമിച്ച് അങ്ങ് പോവാം. പറ്റുന്ന പോലെ വീഡിയോ എടുത്ത് കാണിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് ലോഡിന് വേണ്ടി വണ്ടി പിടിച്ചിട്ടു, കമ്പനിക്കകത്ത് ലോഡിന് വേണ്ടി പിടിച്ചിട്ട് കയറ്റിയിട്ടേക്കുവാണ്. ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുവാണ്. ഉണ്ടോ, നല്ല കയറ്റി അതിൻ്റെ അകത്തിട്ടേക്കുക. ഇനി അങ്ങോട്ടുണ്ട് കേട്ടോ. ഇവിടെ വേറെ വണ്ടികൾ കയറ്റുന്നുണ്ട്. ഇത് മെറ്റീരിയൽ റോളില്ലേ, തുണി നൂല് കൊണ്ടുവന്ന് ലോതാക്കിയിട്ട് മെറ്റീരിയലാക്കി വെക്കുന്നത്, അതാണ് സാധനം. അവിടെ എല്ലാം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുന്ന് വീഡിയോ പിടിക്കുന്ന എന്ത് കഴിഞ്ഞാൽ അവർ അലമുണ്ടാക്കും. അപ്പോൾ ഇത് നൂല് കൊണ്ടുപോയി ഇനി ഇത് സൂറത്തിനാണ്. അപ്പം അത് റോളായിട്ട് സംഭവം വരുന്നത് തുണിയാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷനാണ്. ഇവിടുന്ന് നൂല് കൊണ്ടുപോകും, അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരും. അതിവിടെ മെറ്റീരിയൽ പിന്നെയും റീഫാബ്രിക് ചെയ്ത് ലെനൻ മെറ്റീരിയൽ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഓരോരോ മെറ്റീരിയൽ. 2 പേരായതുകൊണ്ട് എങ്ങും നിർത്തലില്ലല്ലോ. ഫുഡൊക്കെ വെച്ച് പതുക്കെ വേണം പോകാൻ. അപ്പോൾ ഇനിയിപ്പം പോയി ഫുഡ് വെക്കാനുള്ള സാധനങ്ങളെല്ലാം മേടിക്കണം. അരി, പച്ചക്കറി, അങ്ങനെയുള്ള എല്ലാം മേടിക്കണം. അതെല്ലാം മേടിച്ചിട്ട് വേണം അടുത്ത പോകാൻ. അപ്പം ശരി, ഞങ്ങൾ അതിൻ്റെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോരോ വീഡിയോകൾ ഇങ്ങനെ കാണിക്കാം. പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും പരമാവധി ഒന്ന് സഹകരിക്കണം. എന്നാലേ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. കാര്യങ്ങൾ നല്ല ഷെയർ ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് ആയാലേ
നമുക്ക് കൂടുതൽ വ്യൂസൊക്കെ ഉണ്ടാവുള്ളൂ. വീഡിയോ എടുക്കാൻ നമുക്കൊരു പ്രചോദനമാകും. അപ്പോൾ ലൈക്കും കമൻറ്റും തരിക. പരമാവധി കമൻറ്റുകളെല്ലാം വായിക്കുന്നത് ആകെ 4-5 കമൻറ്റേ വരുന്നുള്ളൂ, അത് വായിക്കുന്നുണ്ട്. അപ്പോൾ ശരി, എന്നാൽ കുറച്ച് കഴിഞ്ഞ് അടുത്ത പോകുന്ന വീഡിയോ കാണിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ലോഡെല്ലാം കയറ്റി ഇനി ഒരു 13 റോളും കൂടെ കയറ്റാനുണ്ട്. കണ്ടോ, ഇത്രയും കയറി നിൽക്കുക, ഫുൾ ലോഡ് കയറി നിൽക്കുക. ഇനിയിപ്പോൾ 13 ലോഡും കൂടെ കയറ്റാനുണ്ട്. അതിനുവേണ്ടി ഇത് ഇങ്ങോട്ട് ഇവിടെ കൊണ്ട് ലോഡ് ചെയ്യാൻ വേണ്ടി ലോഡിങ് ഏരിയയിലേക്ക് ഇറക്കിയിടണം. ഇനിയിപ്പം മറ്റേ പുള്ളി വണ്ടി എടുത്തുകൊണ്ടിരിക്കുവാണ്. വേറെ വണ്ടി ലോഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു, വണ്ടി എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നു. വണ്ടി റിവേഴ്സ് ഇട്ടു, ലോഡ് കയറ്റുന്നു. അങ്ങനത്തെ റോളുകളായിട്ടാണ് കയറ്റുന്നത്. ഏതാ ലോഡ് കയറ്റി ഇതുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് തകർക്കുന്നത്. എവിടെയാ? അഹമ്മദാബാദ് അല്ലേ? അഹമ്മദാബാദ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ചെല്ലൂന്ന് അറിയത്തില്ല. അതെ, 2 ദിവസം ഉറപ്പാണ്. 2 ദിവസം ഉറപ്പാണ്. കണ്ടോ ബാക്കി എവിടെ പോയി? ഇന്ന് രാത്രി നമ്മൾ പോവല്ലേ? ശരിയാ, ഇന്നത്തെ കൂട്ടി 2 പകലും 2 രാത്രി. ഇന്നിപ്പോൾ നമ്മൾ ഓടിയ ബാംഗ്ലൂർ കഴിഞ്ഞ് നമ്മളങ്ങ് പോവും. അത്രയായ ബാംഗ്ലൂർ ഈ ഫസ്റ്റ് ട്രിപ്പില്ലേ. ഇപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ ലോഡൊക്കെ കയറ്റി ഞങ്ങൾ പതുക്കെ പോകുവാണ്. ഇവിടുന്ന് അങ്ങ് ഇറങ്ങുവാണ്. ലോഡൊക്കെ ഇറങ്ങുന്ന ഭാഗമാണ്. കുട്ടി പോയേക്കാം അവിടുന്ന്. വെക്കാനൊരു സൗകര്യമില്ല അല്ലേ? വെക്കാനൊരു സൗകര്യമില്ല. അല്ലായിരുന്നെങ്കിൽ ഇറങ്ങുന്ന ഭാഗം റെക്കോർഡാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അഹമ്മദാബാദിനുള്ള ട്രിപ്പ് ആരംഭിക്കും അല്ലേ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം അഹമ്മദാബാദ്. അപ്പോൾ അപ്പച്ചനും അങ്ങ് പോവായിരുന്നു. Head southwest on National Highway 381A. This route avoids road closures on National Highway 44. You are on the best route. You should reach your destination by 11:27 p.m. അപ്പോൾ എൻ്റെയും അശോകിൻ്റെയും കന്നി യാത്രയാണിത്. ഇപ്പോൾ സമയം വൈകുന്നേരം 6:21. 6:21 സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പ് ബാംഗ്ലൂർ വരെ ഇവിടുന്ന് 241 കിലോമീറ്റർ 21 കിലോമീറ്ററോളം ഉണ്ട്. ഇടയ്ക്ക് നമുക്ക് ഫുഡ് വെക്കാനുള്ള സാധനങ്ങൾ മേടിക്കണം, സാധനങ്ങൾ വാങ്ങണം. കുറച്ച് പരിപാടികളുണ്ട്. ഇന്നിപ്പോൾ കാലാവസ്ഥ വലിയ കുഴപ്പമില്ല, മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങോട്ടത്തെ നല്ല ചൂടായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. Head southwest on National Highway 381A. Continue on National Highway 381A for 8 kilometers.
അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇറങ്ങുന്ന ഭാഗം വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ അത് റെക്കോർഡായില്ല. അപ്പോൾ ഏതായാലും ഞങ്ങൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു 1 കിലോമീറ്റർ ആയോ ഇല്ലല്ലേ? 1/2 കിലോമീറ്റർ ആയതുള്ളൂ ഞങ്ങൾ ഇറങ്ങി. അതെ ചിന്നാർപാളയാ, രണ്ടും അടുത്ത് തന്നെ, 1/2 കിലോമീറ്റർ വ്യത്യാസം, 500 മീറ്ററിൻ്റെ ദൂരമായേ ഉള്ളൂ. ഇങ്ങ് പോന്നു. ഇപ്പം ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂരിൽ നിന്ന് കൃഷ്ണപുരത്ത് അങ്ങനെ അങ്ങ് പോവാണ്. പിന്നെ നേരെ എവിടോട്ടാന്ന് ചോദിച്ചാൽ ആദ്യം സൂറത്ത്, അവിടുന്ന് അഹമ്മദാബാദ്. സൂറത്ത് ലോഡ് ഇറക്കാണ്ട് അവിടുന്ന് ഇറക്കിയതിന് ശേഷം അഹമ്മദാബാദ് പോകും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചുള്ള ലോഡൊന്നും അറിയത്തില്ല, അവിടെ ചെന്നാൽ അറിയാം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ്. യാത്ര തുടങ്ങി തകർത്തു വാരുവാണ്. ബാറ്റെല്ലാം കൈമാറി ഇവിടുന്ന് അങ്ങനെ പതുക്കെ ഒന്ന് വെച്ച് പിടിക്കുവാണ്. ഞങ്ങളെ പങ്ങ് പോയിക്കൊണ്ടിരിക്കാം. ഒഴുക്കിനെതിരെ അല്ലേ, ഒഴുകി അങ്ങ് പോവാണ്. ഇവിടുന്ന് നേരെ ബാംഗ്ലൂർ വരെ ഇപ്പോൾ ഒറ്റ പിടിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അത് നമുക്ക് സേലം കഴിഞ്ഞ് നമ്മളെ സ്ഥിരം മേടിക്കുന്ന കടയുണ്ട്, അവിടെ പോയി. പിന്നെ അപ്പോൾ ശരി, കുറച്ച് കഴിഞ്ഞ് കാണാം. അപ്പോൾ വെക്കണം, വണ്ടി ഓടിക്കുവാണ്. ഹലോ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതേ തമിഴ്നാട് ശ്രീരാഗപടി എന്ന് പറയുന്നത്, സേലത്തിന് കുറച്ച് പുറകിൽ ശ്രീരാഗപടി. അപ്പോൾ അവിടെ ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. പിന്നെ നമുക്ക് അഡ്വാൻസ് ഇട്ട് തരണം, വണ്ടിയുടെ RTOക്ക് കൊടുക്കാൻ, അത് കൊടുക്കാനുള്ള അഡ്വാൻസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അത് ഇട്ട് തന്നില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ ഒരു ATM ഉണ്ട്, അതിൻ്റെ ചോട്ടി ഇങ്ങനെ ഇരിക്കുക. ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഒരു ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വണ്ടി അത് അവിടെ കിടക്കുന്നു, ഉണ്ടോ, അവിടെ കിടന്ന് ഹൈവേയുടെ സൈഡിലാണ്. അപ്പം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. ഒരു അരമണിക്കൂറിനുള്ളിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഒന്നിട്ടായിരുന്നു, പക്ഷെ അത് വേറെ കാർഡേലായിപ്പോയി, ATM കാർഡേലായിപ്പോയി, വേറെ വണ്ടിയുടെ കാർഡേലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് നടന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ നിൽക്കാതെ നമ്മുടെ കൂടെയുള്ള പുള്ളി ഇങ്ങനെ നോക്കി ATMൻ്റെ ചോട്ടിൽ പൈസ ഇടുമെന്നും പറഞ്ഞു. പുള്ളി ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. ചായയൊക്കെ കുടിച്ചു, ചെറിയ സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പം തുപ്പൂര് എന്നിട്ട് അവിടുന്ന് ഫുഡ് വെച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പം പച്ചക്കറിയും അരിയും എല്ലാം മേടിക്കാനുണ്ട്. ഗ്യാസൊക്കെ വണ്ടി ഇരിപ്പുണ്ട്, വെള്ളം അതെല്ലാം മേടിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ തുപ്പൂര് എന്ന് അവിടെ നിന്ന് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ തുണി അലക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡും വെച്ച് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇനി വണ്ടി എടുക്കുള്ളൂ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി മുഴുവൻ പിന്നെയുള്ള അങ്ങ് കണ്ടിന്യൂസ് ഓടിക്കുമോ. പിന്നെ എവിടെയെങ്കിലും നിർത്തുക എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ എവിടെയെങ്കിലും ചായ കുടിക്കാനോ വല്ലതും നിർത്തിയാൽ അതല്ലാതെ വേറൊന്നുമില്ല, വിട്ടു പോകുന്നില്ല. അപ്പം അത്രയൊക്കെയാണ്. എന്നാ വെച്ചാൽ നിങ്ങളോട് ഇതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഓരോ കാര്യങ്ങൾ നമ്മൾ പല കാര്യങ്ങളും പറയാൻ വിട്ടു പോകുന്നല്ലേ, ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ മറന്നു പോകുന്നല്ലേ, വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ വീഡിയോ എടുക്കാനും ചില സാഹചര്യങ്ങൾ നമുക്ക് പറ്റില്ല. അപ്പം അങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ രാത്രി മുഴുവൻ വണ്ടി ഓടിച്ച് പിടിക്കണം, ചിത്രദുർഗയിലും പിടിക്കണം. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ന്യൂ റോഡുണ്ട്, ന്യൂ റോഡിൽ നിന്ന് കയറി നമ്മൾ ചിത്രദുർഗ, കർണാടക ബോർഡറിൻ്റെ കർണാടകയിൽ തന്നെയാണ് ചിത്രദുർഗ. അപ്പം അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ്, ചിത്രദുർഗയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് സോളാപൂരിൽ നിന്ന് പിന്നെ ദുല വഴി സൂറത്ത് എന്ന അവിടെ ലോഡ് ഇറക്കാനുണ്ട്. അവിടുന്ന് ഇറക്കിയിട്ട് അവിടുന്ന് അഹമ്മദാബാദ്, ഇത്രയും ദൂരത്തോളം യാത്ര ചെയ്യണമെന്ന്. അപ്പം ഒരു 2-3 ദിവസത്തിനുള്ളിൽ അവിടെ എത്തണമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് രാത്രി ഓടി നാളെ രാത്രി, മറ്റന്നാൾ പകൽ രാത്രി ആകുമ്പോഴത്തേനല്ലേ അവിടെ എത്തണം. എന്നാലേ 4ാമത്തെ ദിവസം നമുക്ക് ലോഡ് ഇറക്കാൻ പറ്റുള്ളൂ. ലോഡ് ഇറക്കി തന്നെ തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു സ്റ്റേ കാണും. എന്നാൽ അത് കഴിഞ്ഞ് നമുക്ക് ലോഡ് എടുത്ത് വരാം. ഓണത്തിന് നാട്ടിൽ വരണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് 2-3 ലോഡേലും എടുക്കണം എത്രയും പെട്ടെന്ന് ആഗ്രഹം. അപ്പോൾ ശരി, പൈസ വന്നൊന്ന് ചെക്ക് ചെയ്യാൻ പോകും. അപ്പോൾ അത് ചെക്ക് ചെയ്യട്ടെ.